മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നിരന്തരം നമ്മുടെ ചാനലിലൂടെ വളരെ പെട്ടെന്ന് തന്നെ BJP കേരളത്തിൽ അധികാരത്തിലെത്തുമെന്ന് വിളിച്ചു പറയുമ്പോൾ ഒരുപാട് ആളുകൾ കുരുപൊട്ടി തെറിവിളികളൊക്കെ ആയിട്ട് രംഗത്തെത്താറുണ്ട്. അവരൊക്കെ ഇപ്പോ എന്തു പറയുന്നു? ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് വീണ്ടും വീണ്ടും ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലുള്ള മറ്റൊരു വാർത്തയും പുറത്തു വന്നില്ലേ. കൊട്ടാരക്കരയിലെ മുൻ UDF സ്ഥാനാർത്ഥി മഹിളാ കോൺഗ്രസിന്റെ നേതാവ് രശ്മി BJPയിൽ ഇന്ന് അംഗത്വം എടുത്തിരിക്കുന്നു. ഈ രശ്മിയുമായി ബന്ധപ്പെട്ട് അവരുടെ ഇന്നലകളിലെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് താഴെ തട്ടിൽ നിന്ന് തുടങ്ങിയിട്ടുള്ളതാണ്. കൊട്ടാരക്കരയിലെ കുളക്കട പഞ്ചായത്തില് 2 തവണ വാർഡ് മെമ്പറായിട്ടുണ്ട്. അതേപോലെ തന്നെ 2 തവണ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുണ്ട്. ജനങ്ങളുമായിട്ട് അടിത്തട്ടിൽ ബന്ധമുള്ള രശ്മിയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് BJPയിൽ അംഗത്വം എടുത്തിട്ടുള്ളത്. ഇത്തരത്തിൽ നിരന്തരം കേരളത്തിന്റെ നാനാഭാഗങ്ങളിലും വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം പ്രത്യേകിച്ച് വാർത്തകളൊന്നും ആയിട്ടില്ല, നമ്മുടെ മാധ്യമങ്ങളിലൊന്നും തന്നെ വാർത്ത വന്നിട്ടില്ല. കോട്ടയം ഈസ്റ്റ് BJPയുടെ ജില്ലാ പ്രസിഡന്റ് റോയ് ചാക്കോ മറ്റൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അയർക്കുന്നത്ത് മാറ്റത്തിന്റെ ശങ്കൊലി മുഴക്കെ ജെയിംസ് പുതുമന, MK മഹേഷ്, ശ്രീ രാജു ഇലഞ്ഞിക്കൽ എന്നിവരോടൊപ്പം 11 കുടുംബങ്ങൾ BJPയിൽ അംഗത്വമെടുത്തു. അയർക്കുന്നം പഞ്ചായത്തിലെ LDF ജനപ്രതിനിധിയായും പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് അയർക്കുന്നം ഡിവിഷൻ മെമ്പറായും 3 പതിറ്റാണ്ട് കാലം അയർക്കുന്നം പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ശ്രീ ജെയിംസ് പുതുമനയും CPM പാർട്ടി ചുമതലകളിൽ പതിറ്റാണ്ടുകളായി അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ശബ്ദമായി നിലനിന്ന ശ്രീ MK മഹേഷും കാലങ്ങളോളം രാജ്യത്തിനായി സൈനിക സേവനം നടത്തി സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ സ്വന്തം ഇടം പതിപ്പിച്ച റിട്ടയർഡ് സൈനികൻ ശ്രീ രാജു ഇലഞ്ഞിക്കലും അടക്കം 11 പേരും അവരുടെ കുടുംബാംഗങ്ങളും BJPയിൽ ചേർന്നു. അയർക്കുന്നം ഏരിയ പ്രസിഡന്റ് ശ്രീമതി മഞ്ജു നാരായണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കോട്ടയം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ അഖിൽ രവീന്ദ്രൻ ഇവരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. ഇത്തരത്തിൽ കേരളത്തിന്റെ നാനാഭാഗങ്ങളിലും വാർത്തകൾ പുറത്തു വന്നുകൊണ്ട് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങള്, നമുക്കറിയാം അഖിൽ മാരാറ് പോലും ബിഗ് ബോസ് താരം, കേരളത്തിൽ അറിയപ്പെടുന്ന ബിഗ് ബോസ് താരം അഖിൽ മാരാറ് പോലും BJPയിലേക്ക് എത്തിയ സമയത്ത് മാധ്യമങ്ങൾ പ്രത്യേകിച്ച് പരമാവധി തുടക്ക സമയത്ത് അവഗണിക്കാൻ ശ്രമിച്ചതൊക്കെ തന്നെയാണ്. പിന്നീട് ഓൺലൈൻ മീഡിയാസ് ഒക്കെ തന്നെ വാർത്ത കൊടുത്തതോടുകൂടിയാണ് മാധ്യമങ്ങളും അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് അതുപോലും വാർത്ത കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് രശ്മി പാർട്ടി BJPയിലേക്ക് എത്തിയതോട് കൂടിയിട്ട് അതിപ്പോ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ മറ്റൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് താഴെ തട്ടിൽ ഇന്നലകളിൽ വാർഡ് മെമ്പറൊക്കെ ആയിട്ട് ജനങ്ങളുമായിട്ട് വലിയ ബന്ധമുള്ള CPMന്റെയും കോൺഗ്രസിന്റെയും അടിത്തട്ടിലുള്ള ഒരുപാട് ലോക്കൽ ലെവലില് കൃത്യമായിട്ട് പൊളിറ്റിക്സ് മുന്നോട്ട് കൊണ്ടുപോകുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ ഒരുപാട് BJPയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നരേന്ദ്രമോദിയുടെ വികസനങ്ങൾ കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും കൃത്യമായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. അത് കേരള ജനത തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രമുഖ മാധ്യമങ്ങളോടാണ് നിങ്ങളൊക്കെ എത്രത്തോളം കേരളത്തിലേക്ക് നരേന്ദ്രമോദിയുടെ വികസനങ്ങളൊക്കെ എത്തിക്കാതിരിക്കാൻ ശ്രമിച്ചു. എന്നാൽ അത് തൊട്ടറിഞ്ഞ്, അതായത് PM കിസാൻ പദ്ധതി ഉൾപ്പെടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് കേന്ദ്ര സർക്കാർ ചരിത്രത്തിൽ, രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിൽ PM കിസാൻ പദ്ധതിക്കൊക്കെ പണം സാധാരണക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തി രാജ്യത്ത് നടക്കുന്ന വികസനങ്ങൾ തിരിച്ചറിഞ്ഞു. ഓൺലൈൻ മീഡിയാസ്, സോഷ്യൽ മീഡിയകളിലൂടെ നിരന്തരം ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ സാധാരണക്കാരിലേക്ക് നരേന്ദ്രമോദിയുടെ വികസനങ്ങൾ എത്തിച്ചുകൊണ്ടിരുന്നു. രാജ്യത്തിന്റെ പുരോഗതിയെ കുറിച്ച് നിരന്തരം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയയിലൂടെ നരേന്ദ്രമോദി എന്താണ് രാജ്യത്ത് ചെയ്യുന്നത്, ഈ രാജ്യം കേന്ദ്ര സർക്കാർ എത്രത്തോളം പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്നു, ഇതൊക്കെ കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിലൂടെ കൃത്യമായിട്ട് സാധാരണക്കാര്
തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ വലിയൊരു മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ നിരന്തരം UDF LDF പറഞ്ഞിരുന്നത് BJP എന്തോ വർഗീയമായിട്ട് മലമറിക്കുന്നു എന്നായിരുന്നു. നിരന്തര പ്രചരണം അതുപോലും കാറ്റിൽ പറത്തിക്കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനില് BJP അധികാരത്തിലെത്തിയതോടുകൂടിയിട്ട് അത് ഭരിക്കുന്ന VV രാജേഷും അദ്ദേഹത്തിന്റെ ടീമും BJPയുടെ മെമ്പർമാർ കൃത്യമായിട്ട് കേരളത്തിന് സന്ദേശം കൊടുക്കുന്നു. ഞങ്ങൾ എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നു. ഞങ്ങൾക്കെതിരെ പറയുന്നത് പച്ചക്കള്ളമാണ്. അത് കൃത്യമായിട്ട് തെളിയിച്ചുകൊണ്ട് VV രാജേഷിന്റെ ഒക്കെ നേതൃത്വത്തില് നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാന നഗരയില് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളില് പൊങ്കാല വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് റോഡുകളൊക്കെ തന്നെ തയ്യാറായി കഴിഞ്ഞു. നമ്മൾ പ്രത്യേകം ഓർക്കണം, കഴിഞ്ഞ തവണ ഈ പറയുന്ന കോർപ്പറേഷൻ ഭരിച്ചിരുന്ന ആര്യ രാജേന്ദ്രന്റെ ഒക്കെ നേതൃത്വത്തിൽ പൊങ്കാലയ്ക്ക് പോലും വന്നിട്ടുള്ള സ്ത്രീകളുടെ ഡ്രസ്സില് ടാറ് പോലും ആയിട്ടുണ്ടായിരുന്നു. അത്രത്തോളം ഒരു ശ്രദ്ധയുമില്ലാതെയായിരുന്നു ആര്യ രാജേന്ദ്രനൊക്കെ കോർപ്പറേഷൻ ഭരിച്ച് മുന്നോട്ട് പോയത്. എന്നാൽ BJP അവിടെ എത്തിയിട്ട് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ റോഡുകളൊക്കെ തന്നെ തയ്യാറാക്കിയിരിക്കുന്നു. സാധാരണക്കാരുടെ അടിസ്ഥാന ആവശ്യങ്ങള്, പട്ടി ശല്യം, മാലിന്യ പ്രശ്നം, അതായത് അടിസ്ഥാന സൗകര്യങ്ങളില് കേരളത്തിന്റെ തലസ്ഥാന നഗരയിൽ വ്യക്തമായിട്ട് BJP ഇടപെടലുകൾ നടത്തുന്നത് കേരളത്തിന്റെ നാനാഭാഗങ്ങളിലും ആളുകൾ തിരിച്ചറിഞ്ഞു. അങ്ങനെ പാർട്ടി മാറുന്ന ആളുകള് ഒറ്റക്കല്ല, കുടുംബമായിട്ട്. ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടില്ലേ, കോട്ടയം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് BJPയുടെ ജില്ലാ പ്രസിഡന്റ് റോയ് ചാക്കോ തന്റെ ഫേസ്ബുക്കിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കുടുംബങ്ങൾ 11ഓളം കുടുംബങ്ങൾ പാർട്ടി മാറി BJPയിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെയാണ് മറ്റൊരു വലിയ രസമുള്ളത്. ഈ UDFന്റെയും ഈ ഇടതിന്റെയൊക്കെ അടിമകൾ ഇങ്ങനെ നിന്നിട്ട് വിളിച്ചു ഒരാള് പോയപ്പോ ആ രശ്മി ഇപ്പോ BJPയിൽ അംഗത്വം എടുത്ത വാർത്ത വന്നതിലൊക്കെ തന്നെ ആളുകൾ വിളിച്ചു പറയുന്നത് ഒരാള് പോയാൽ മറ്റൊരാളുടെ വോട്ട് പോലും കിട്ടില്ല, ഏറിപ്പോയാൽ ആ രശ്മിയുടെയും ഒപ്പമുള്ള ഒരാളുടെയും വോട്ട് മാത്രമേ പോകൂ എന്നൊക്കെയാ. ഇത് എത്ര കാലമായി പറയുന്നത്. ഇത് AICC മുതൽ കേരളം വരെ ഇപ്പൊ ഇങ്ങനെ വിളിച്ചു പറയുന്നത്. ഇപ്പൊ AICCയില് വാതില് തുറക്കാൻ ആളുണ്ടോ എന്ന ഗതികേടിലേക്ക് എത്തുകയല്ലേ കോൺഗ്രസ്. അത്രത്തോളം ഗതികേടല്ലേ രാജ്യം ഒന്നടങ്കം. ഇപ്പോ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് എന്ന് പറയുന്നത് ഇല്ലാതായി കഴിഞ്ഞു, തുടച്ചു നീക്കപ്പെട്ടു. അതിപ്പോ കോൺഗ്രസ് കേരളത്തിലാണ് പ്രധാനമായിട്ടുള്ളത്. ആ കേരളത്തിലും കോൺഗ്രസിന്റെ വെടി തീരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഓരോ ആളുകളും ഇങ്ങനെ ദിനം പ്രതി കോൺഗ്രസ് ഒക്കെ വിട്ട് BJPയിലേക്ക് എത്തുന്നത് എന്നുള്ളത് സകലരും തിരിച്ചറിയാ. ഓരോ ആളുകളും പോകുമ്പോ ഒരാളല്ല പോകുന്നവർ പോട്ടെ എന്ന് പറയുന്നവർക്ക് ലാസ്റ്റ് ആ പറയുന്നവൻ മാത്രമേ അതിലുണ്ടാവൂ എന്നുള്ള ഗതികേടിലേക്ക് തന്നെയാണ് കോൺഗ്രസ് കേരളത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും VD സതീശന്റെ യാത്ര കൊണ്ട് കോൺഗ്രസിൽ നിന്ന് ഒരുപാട് ആളുകൾ രക്ഷപ്പെടുന്നുണ്ട് എന്നല്ലേ നമ്മൾ തിരിച്ചറിയേണ്ടത്. അഖിൽ മാരാറ് വന്നതിന് ശേഷം ഇപ്പോ അതേ കൊട്ടാരക്കരയിൽ നിന്ന്, അതേ ഭാഗത്ത് നിന്ന് ആ രശ്മിയും BJPയിൽ വെറും ഏതെങ്കിലും കഴിഞ്ഞ സ്ഥാനാർത്ഥിയായിട്ടുള്ളതാ, സാധാരണ ഏതെങ്കിലും ഒരു പ്രവർത്തക മാത്രമല്ല, 4 തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുള്ള ആ രശ്മിയാണ് BJPയിൽ അംഗത്വം എടുത്തത്. കേരളത്തിന്റെ നാനാഭാഗങ്ങളിലും ഈ ഒരു തരത്തിലുള്ള മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. ഇത് വരുന്ന നിയമസഭാ ഇലക്ഷനിൽ BJPക്ക് വലിയ റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കും. ഇത്തരം മാറ്റങ്ങൾ, ഇത്തരം നേതാക്കന്മാരുടെ മാറ്റങ്ങളിലൂടെ തന്നെയാണ് BJP എല്ലാ സംസ്ഥാനങ്ങളിലും, ഏറെക്കുറെ എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ രീതിയിൽ അധികാരത്തിലേക്ക് എത്തിയതും അത് അധികാരം തുടർന്ന് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ ഇവിടെയുള്ള കമ്മി കൊങ്ങികൾക്കൊക്കെ ഇനി എന്താണ് മനസ്സിലാവുക?